അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ശ്രേഷ്ഠമായ വലിയ നോമ്പിൻ്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം 14-ാം തിരുവചനം. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഈ ഒരു വാക്യം നമുക്കേറെ ശക്തി നൽകുന്നതാണ്, ആശ്വാസദായകമാണ്. യഹോവയുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ സൗഹൃദം, അത് എത്രമാത്രം ആഴമേറിയതാണെന്ന് ഇന്നിൻ്റെ ഈ നോമ്പിൻ്റെ കാലയളവുകളിലൂടെ നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുന്നത്, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമാണ്. ഞാനും എൻ്റെ പിതാവാം ദൈവവുമായിട്ടുള്ള, ഞാനും എൻ്റെ പുത്രൻ തമ്പുരാനുമായിട്ടുള്ള, പരിശുദ്ധാത്മാവും ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇത് എത്രമാത്രം ആഴമേറിയതാണ്. അതോ അതെല്ലാം ചിന്ന ഭിന്നമായി ചിതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊന്ന് ആത്മപരിശോധന ചെയ്യുക. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ മോശയെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് യഹോവയുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലായിരുന്ന മോശയുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. എരിഹോ മതിൽ അത് യോശുവായുടെ മുമ്പിൽ ഒന്നുമല്ലാതെയായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മരിച്ച് 4 ദിവസമായി ചീഞ്ഞഴിഞ്ഞ ആ ഒരു ലാസറിൻ്റെ ശരീരം, ആ ശരീരത്തെ ബന്ധിച്ചു വയ്ക്കുവാനായിട്ട് ആ കല്ലറയ്ക്ക് സാധ്യമാകാതെ പോകുന്നുണ്ട്. ഇവിടെയെല്ലാം ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം, ദൈവവുമായിട്ടുള്ള സൗഹൃദങ്ങൾ ആ വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യേ എപ്രകാരം ആശയമുള്ളതായി, എപ്രകാരം സന്തോഷമുള്ളതായിട്ട് തീർന്നു, എപ്രകാരം അനുഗ്രഹകരമായിട്ട് തീർന്നു എന്നെല്ലാം നമുക്ക് ധ്യാനിച്ചെടുക്കുവാൻ സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വലിയ നോമ്പിൻ്റെ നാളുകളിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴമേറുവാനായിട്ട് ഇത്തരത്തിലുള്ള വചന വിചിന്തനങ്ങൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.